റേഡിയോ ലൈവ് ന്യൂസ് അപ്ഡേറ്റ് brought to you by ജോസ്കോ ജുവലേഴ്സ് ഷോറൂമുകളിൽ സ്വർണ്ണ വജ്രാഭരണങ്ങൾക്ക് ഓഫറുകളുടെയും സമ്മാനങ്ങളുടെയും വിരുന്നൊരുക്കി ജൂൺ 21 മുതൽ ഗ്രാൻഡ് NRI ഗോൾഡൻ ഫെസ്റ്റ്. നമസ്കാരം, ലൈവ് ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. വാർത്തകളുമായി ഞാൻ നിപിൻ. ഒരു സുപ്രധാന നീക്കത്തിലൂടെ അഭയാർത്ഥികൾക്ക് അവരുടെ കുടുംബാംഗങ്ങളെ UK കൊണ്ടുവരുവാൻ അനുവദിക്കുന്ന ഒരു പദ്ധതിക്കായുള്ള പുതിയ അപേക്ഷകൾ സർക്കാർ താൽക്കാലികമായി നിർത്തിവെക്കുന്നു. പുതിയ നടപടി ഈ ആഴ്ച മുതൽ പ്രാബല്യത്തിൽ വരും. UK കുടുംബാംഗങ്ങളെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുന്ന മറ്റു കുടിയേറ്റക്കാർക്കുള്ള അതേ നിയന്ത്രണങ്ങൾ അഭയാർത്ഥികൾക്ക് നേരിടേണ്ടി വരുമെന്ന് ആഭ്യന്തര സെക്രട്ടറി യെവറ്റ് കൂപ്പർ പറഞ്ഞു. പുതിയ നിർദ്ദേശത്തിന്റെ ഭാഗമായി അഭയാർത്ഥികൾക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെ UK കൊണ്ടുവരുന്നതിന് പ്രതിവർഷം കുറഞ്ഞത് £29,000 സമ്പാദിക്കുകയും അനുയോജ്യമായ താമസ സൗകര്യം നൽകുകയും വേണം. ഇതോടൊപ്പം അവരുടെ കുടുംബാംഗങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിൽ പ്രാവീണ്യം തെളിയിക്കേണ്ടതുണ്ട്. എന്നാൽ അനധികൃത കുടിയേറ്റം കുറയ്ക്കുവാൻ സർക്കാർ പരാജയപ്പെടുന്നതിനും ഇതിന്റെ വ്യാപ്തി കൈകാര്യം ചെയ്യുന്നതിന് കുടുംബ പുനഃസമാഗമ നിയമങ്ങൾ ഭേദഗതി ചെയ്യുന്നത് പര്യാപ്തമല്ല എന്നും കൺസർവേറ്റീവ് ഷാഡോ ഹോം സെക്രട്ടറി ക്രിസ് ഫീൽഡ് പറഞ്ഞു. യുദ്ധം, സംഘർഷം, പീഡനം എന്നിവയാൽ വേർപിരിഞ്ഞ കുടുംബാംഗങ്ങളെ സഹായിക്കുന്നതിനായി നിയമങ്ങൾ വർഷങ്ങൾക്ക് മുമ്പ് രൂപകൽപ്പന ചെയ്തതാണെന്നും എന്നാൽ പുതിയ സാഹചര്യത്തിൽ നിയന്ത്രണങ്ങൾ ആവശ്യമാണെന്നും കൂപ്പർ പറഞ്ഞു. ചെഷയറിൽ കളിസ്ഥലത്ത് 12 വയസ്സുള്ള ആൺകുട്ടി മരിച്ചു വീണ സംഭവത്തിൽ ഒരു കൗമാരക്കാരനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഓഗസ്റ്റ് 29 വെള്ളിയാഴ്ചയാണ് വിൻസ്ഫോർഡിലുള്ള വാട്സണിലെ വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കുട്ടിക്ക് അപകടം സംഭവിച്ചത്. ലോഗൻ കാർട്ടൺ എന്ന കുട്ടിക്ക് ഗുരുതരമായ പരിക്ക് പറ്റിയിരുന്നു. അപകടം റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് സ്ഥലത്തെത്തിയ പാരാമെഡിക്കലുകൾ കുട്ടിയെ ചികിത്സിച്ചിരുന്നുവെന്നും പക്ഷേ ജീവൻ രക്ഷിക്കാനായില്ലെന്നും പറഞ്ഞു. അപകടകരമായ ഡ്രൈവിംഗ് മരണത്തിന് കാരണമെന്നാണ് സംശയിക്കുന്നത്. തിങ്കളാഴ്ച 13 വയസ്സുള്ള ഒരു ആൺകുട്ടിയെ അറസ്റ്റ് ചെയ്യുകയും അന്വേഷണത്തിന് വിധേയമാക്കുകയും ചെയ്തിട്ടുണ്ട്. പാർലമെന്റ് തിരിച്ചെത്തിയതോടെ ഡൌണിംഗ് സ്ട്രീറ്റ് ടീമിൽ വൻ അഴിച്ചുപണി നടത്തിയിരിക്കുകയാണ് പ്രധാനമന്ത്രി കെയർ സ്റ്റാർമർ. പുതിയ മാറ്റത്തിന്റെ ഭാഗമായി ഡാരൻ ജോൺസിനെ പ്രധാനമന്ത്രിയുടെ ചീഫ് സെക്രട്ടറിയായി നിയമിച്ചു. കഴിഞ്ഞ വർഷം ട്രഷറിയിൽ ചീഫ് സെക്രട്ടറിയായി സേവനമനുഷ്ഠിച്ചിരുന്ന ജോൺസ് പുതിയ സ്ഥാനത്ത് മന്ത്രിസഭയിൽ തുടരും. ട്രഷറിയിൽ അദ്ദേഹത്തിന് പകരം മുൻ ട്രഷറി സെക്രട്ടറിയായിരുന്ന ജെയിംസ് മൊറൈ നിയമിക്കപ്പെടും. അതേസമയം കഴിഞ്ഞ വർഷം ലേബർ MP ആയി തെരഞ്ഞെടുക്കപ്പെട്ട ഡാൻ ടോംലിൻസൺ ജെയിംസ് മൊറൈയുടെ മുൻ സ്ഥാനം ഏറ്റെടുക്കും. ഈ വേനൽക്കാലം സർക്കാരിന് നിരവധി വെല്ലുവിളികൾ നിറഞ്ഞതാണ്. ചെറിയ ബോട്ടുകളിലും മറ്റുമായിട്ടുള്ള അഭയാർത്ഥികൾ ചാനൽ കടക്കുന്നതിൽ നിയന്ത്രണം കൊണ്ടുവരിക, കുടിയേറ്റക്കാരുടെ എണ്ണം കുറയ്ക്കുക തുടങ്ങി നിരവധി അജണ്ടകൾ ഈ വേനൽക്കാലത്ത് സർക്കാരിനുണ്ട്. നിലവിൽ അഭയാർത്ഥികൾക്ക് തങ്ങളുടെ കുടുംബാംഗങ്ങളെ UK കൊണ്ടുവരുവാൻ അനുവദിക്കുന്ന പദ്ധതി പ്രകാരമുള്ള പുതിയ അപേക്ഷകൾ ആഭ്യന്തര സെക്രട്ടറി യെവറ്റ് കൂപ്പർ താൽക്കാലികമായി നിർത്തിവെച്ചു. ഇനി നാട്ടിലെ വാർത്തകൾ. സംസ്ഥാനത്ത് 5 വർഷത്തിനിടെ പിടിയിലായത് 39 വ്യാജ ഡോക്ടർമാർ. കീ ഹോൾ സർജറിയും ഓപ്പൺ സർജറിയും നടത്തിയവരും 7 വർഷത്തിലേറെ ഗൈനക്കോളജിസ്റ്റായി ജോലി ചെയ്തവരും ഇക്കൂട്ടത്തിലുണ്ട്. സ്വന്തം ക്ലിനിക്കിൽ നിന്ന് പിടിയിലായവർ വേറെ. സംസ്ഥാന മെഡിക്കൽ കൗൺസിലിലും ക്രൈം റെക്കോർഡ് ബ്യൂറോയിലുമാണ് ഈ വിവരങ്ങളുള്ളത്. 2020 ജനുവരി മുതൽ 2025 ജൂൺ വരെ സർക്കാർ സ്വകാര്യ ആശുപത്രികളിൽ ജോലി ചെയ്തവരുടെ കണക്കാണിത്. മോഡേൺ മെഡിസിൻ, ഇന്ത്യൻ സിസ്റ്റംസ് ഓഫ് മെഡിസിൻ, ഹോമിയോപ്പതിക് മെഡിസിൻ വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉണ്ടാക്കിയാണ് ഡോക്ടർമാർ രോഗികളെ പരിശോധിച്ചിരുന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. കുടിശ്ശിക തുക ലഭ്യമാക്കാമെന്ന ഉറപ്പ് സർക്കാർ ലംഘിച്ചതിന് പിന്നാലെ സംസ്ഥാനത്തെ മെഡിക്കൽ കോളേജ് ആശുപത്രികൾ ഉൾപ്പെടെ പ്രധാന സർക്കാർ ആശുപത്രികളിലേക്കുള്ള ഹൃദയ ശസ്ത്രക്രിയ ഉപകരണങ്ങളുടെ വിതരണം മെഡിക്കൽ ഉപകരണ വിതരണക്കാരുടെ സംഘടന നിർത്തിവെച്ചു. ആകെ ലഭിക്കുവാനുള്ള 158 കോടിയോളം രൂപയിൽ കുറച്ചെങ്കിലും കഴിഞ്ഞ മാസം ലഭിക്കാമെന്ന് ഉറപ്പ് നൽകിയിരുന്നെങ്കിലും ഇതുവരെ ഒന്നും ലഭിക്കാത്തതിനാൽ ഇന്നലെ മുതൽ വിതരണം നിർത്തുകയാണെന്ന് ആരോഗ്യവകുപ്പിന് സംഘടന കത്തയച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ്, ധനമന്ത്രി KN ബാലഗോപാൽ എന്നിവരുമായി മുൻപ് ഇക്കാര്യം ചർച്ച ചെയ്തെങ്കിലും പണം നൽകാതെ സർക്കാർ കൈമലർത്തിയതോടെയാണ് സംസ്ഥാനത്തെ ഹൃദയ ശസ്ത്രക്രിയ മുടങ്ങുന്ന സാഹചര്യം ഉരുത്തിരിഞ്ഞിരിക്കുന്നത്. കുടിശ്ശിക ലഭിക്കാത്തതിനാൽ ഉപകരണങ്ങൾ ലഭ്യമാക്കുന്ന കമ്പനികൾക്ക് നൽകുവാൻ പണമില്ലെന്നും കൂടുതൽ സ്റ്റോക്ക് എടുക്കുവാൻ കഴിയാത്ത സ്ഥിതിയാണെന്നും വിതരണക്കാർ കത്തിൽ ചൂണ്ടിക്കാട്ടി. 3 കിലോമീറ്റർ ദൂരം ലക്ഷ്യപ്രഭുക്കളായി 3 പേർ. ആ ദൂരം അവസാനിപ്പിച്ചപ്പോൾ ലക്ഷ്യങ്ങൾ തിരിച്ചു കൊടുത്തെങ്കിലും അവർക്ക് കോടിപതികളുടെ തിളക്കം. ഓണത്തിരക്കിൽ കൊച്ചുകുട്ടികൾക്ക് വായിച്ചു കൊടുക്കുവാൻ ഇതിലും നല്ലൊരു കഥ വേറെയില്ല. അങ്ങനെയാണ് ഓണാഘോഷത്തോടനുബന്ധിച്ച് മുഖാരിക്കുന്ന് ഗ്രൗണ്ടിൽ നടക്കുന്ന തലമപ്പന്ത് കളി കഴിഞ്ഞ് ശനി രാത്രി 7:30 വീട്ടിലേക്ക് മടങ്ങുമ്പോൾ 3 ആൺകുട്ടികൾ. ആദർശ് 17 വയസ്സ്, സൂര്യജിത്ത് 16 വയസ്സ്, മറ്റൊരു ആദർശിന് 21 വയസ്സ്. ഈ 3 സുഹൃത്തുക്കൾ ഒരു ബാഗ് കാണുന്നു. തുറന്നു നോക്കിയപ്പോൾ നോട്ടുകൾ. സമയം രാത്രി 7:30 ആയിരുന്നു. കൂടുതൽ സമയം കളയാതെ കുട്ടികൾ പോലീസ് സ്റ്റേഷനിലേക്ക് നടന്നു. 3 കിലോമീറ്റർ ദൂരം സംഭവം ആരെയും അറിയിച്ചില്ല. നാട്ടുകാരൻ തന്നെയായ മൂലങ്കോട്ടിൽ ബാലകൃഷ്ണന്റേതായിരുന്നു ബാഗ്. 3 ലക്ഷം രൂപയായിരുന്നു ഓട്ടോറിക്ഷയിലെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്ന് വീണ് പോയതായിരുന്നുവെന്നും സുഹൃത്തിന്റെ പണമാണ് ബാഗിൽ ഉണ്ടായിരുന്നുവെന്നും ബാലകൃഷ്ണൻ പറഞ്ഞു. പോലീസ് സാന്നിധ്യത്തിൽ വിദ്യാർത്ഥികൾ തന്നെ ബാഗ് ഉടമയ്ക്ക് നൽകി. ഇനി കായിക വാർത്തകൾ.
ഫിഫ റാങ്കിങ്ങിൽ 133 സ്ഥാനക്കാരായ ഇന്ത്യ 20 റാങ്കുകാരായ ഇറാനോട് എതിരില്ലാത്ത 3 ഗോളിന് തോറ്റു. കാഫ നേഷൻസ് കപ്പ് ഫുട്ബോളിൽ വലിയ പ്രതീക്ഷകളില്ലാതെയാണ് ഇന്ത്യ ഇറാനെതിരെ കളത്തിലിറങ്ങിയത്. പുതിയ കോച്ച് ഖാലിദ് ജമീലിന്റെ കീഴിൽ തജിക്കിസ്ഥാനെതിരെ പുറത്തെടുത്ത പ്രകടനം ഇറാനെതിരെ കാഴ്ചവെക്കുവാനായില്ല. ആദ്യ കളി ജയിച്ചു തുടങ്ങിയ ഇന്ത്യൻ ടീമിന്റെ പ്രകടന നിലവാരം ആദ്യ പകുതിയിൽ മികച്ചതായിരുന്നു. രണ്ടാം പകുതിയിലാണ് ഇറാൻ 3 ഗോളുകളും അടിച്ചത്. 59-ാം മിനിറ്റിൽ അമീർ ഹുസൈനാണ് ഇറാന്റെ ആദ്യ ഗോൾ നേടിയത്. പിന്നാലെ 89-ാം മിനിറ്റിൽ അലിയും 96-ാം മിനിറ്റിൽ മെഹ്ദി തരേമിയും ഗോൾ നേടി ഇറാന്റെ വിജയം സുരക്ഷിതമാക്കി. ഇന്നത്തെ പൗണ്ട് വിനിമയ നിരക്ക് 117.89 രൂപ. ഇതോടുകൂടി വാർത്തകൾ കഴിഞ്ഞു. കൂടുതൽ വാർത്തകൾ അടുത്ത ബുള്ളറ്റിൽ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി റേഡിയോ ലൈം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും. Radio Lime.